അംശു, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ വിഷയമാണ്. അഗ്നിവീറുകളെ കുറിച്ചാണല്ലോ. അവർക്ക് നഷ്ടപരിഹാരം കിട്ടി. ഒരു അഗ്നിവീർ പിന്നെ അപകടത്തിൽ അജയ് കുമാർ കുഴിബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട 6 മാസം കഴിഞ്ഞിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ട കോമ്പൻസേഷൻ ഒന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ആ വിഷയം ഉന്നയിക്കുകയും അതിന് മറുപടി പറയുകയും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയിൽ അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്ത് വന്നു, സേന തന്നെ രംഗത്ത് വന്നു, വലിയ വിവാദം നടക്കുകയാണ്. കുടുംബം പറഞ്ഞു അല്ലേ, ഞങ്ങൾക്ക് പണം ഇതുവരെയും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വിഷയം പണം കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് അല്ല അതിലെ യഥാർത്ഥ തർക്ക വിഷയം എന്നാണ് തോന്നുന്നത്. അപ്പൊ എങ്ങനെയാണ് അഗ്നിവീർ എന്ന് പറയുന്ന അഗ്നിവീറുകളെ സൃഷ്ടിക്കുന്ന അഗ്നിപഥ് എന്ന പദ്ധതി സേന ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അത് എത്രത്തോളം സൈന്യത്തെ ബാധിക്കും, എത്രത്തോളം ചെറുപ്പക്കാരെ ബാധിക്കും, എത്രത്തോളം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 40 വർഷത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായ തൊഴിലില്ലായ്മയെ അതെങ്ങനെ ബാധിക്കും, അതിലൊക്കെ ഉപരിയായി തൊഴിലന്വേഷകന്റെ മൊറേലിനെ അതെങ്ങനെ തകർക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് വലിയ തോതിൽ വരുന്നത്. ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അംശുവിന് ഈ ഒരു കമന്റ് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? ഇതില് 2 വിവാദങ്ങൾ. ഒന്ന് പണം കൊടുത്തോ ഇല്ലയോ എന്ന് പറയുന്ന വിവാദം. അതില് പണം കൊടുത്തു എന്ന് സൈന്യവും രാജ്നാഥ് സിംഗും അഭിപ്രായപ്പെടുന്നത് ഇൻഷുറൻസ് തുകയെ കുറിച്ചാണ്. പക്ഷെ അവരത് മിണ്ടിയിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. പണം കൊടുത്തു എന്നാണ് പറയുന്നത്, പക്ഷെ കിട്ടിയില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു. അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. സർക്കാർ കൊടുക്കുന്ന പണമാണോ, അത് വേറെ തന്നെയാണോ, അതോ ഇൻഷുറൻസ് തുക തന്നെയാണോ എന്നുള്ളത്. അതാണ് ഒരു കോൺട്രവേഴ്സി. പക്ഷെ അതിന് വിനോദ് പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചാൽ തന്നെ ഇതിന്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോ അമേരിക്കയിലൊക്കെ ഇങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ പുറത്താണ് കാര്യം പറയാൻ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യയിൽ ജനസംഖ്യ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ എസ്പെഷ്യലി യുവാക്കൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള വലിയ ജോലികളിൽ ഒന്നാണ് പട്ടാളക്കാരന്റെ ജോലി എന്ന് പറയുന്നത്. പലരും അവിടെ 10ാം ക്ലാസ് പാസ്സായി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ പട്ടാളത്തിൽ ചേരുക എന്നുള്ളതിൽ വലിയൊരു ഉദ്ദേശം തന്നെയാണ്. പഞ്ചാബ്, ഹരിയാന പോലുള്ള അതുകൊണ്ടല്ലേ ഇപ്പം ബീഹാറിലൊക്കെ കണ്ടില്ലേ എന്തൊരു വലിയ പ്രതിഷേധമാണ് നടന്നത്. കാര്യം ചെറുപ്പക്കാർക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാണ്ടാക്കിയത്. ഇനിയോ ഇതില് വരുന്ന ആളുകൾ 25% പേരെ മാത്രമാണ് നിലനിർത്തുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. അതെ, എന്ന് വെച്ചാൽ 4-ൽ 1 ആളാണ്. ആ 4-ൽ 1 ആരാണ് എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ 3 ആളെ ഒഴിവാക്കുമല്ലോ. ഇപ്പൊ 3 ആളെ ഒഴിവാക്കുന്നതിൽ ഏറ്റവും മിടുക്കനെയാണോ 4ാമത്തെ ഒരാളായിട്ട് എടുക്കുന്നത്? അതില് അപ്പുറം ഈ 4 പേര് ഉണ്ട്. 4 പേരിൽ മിടുക്കനെ കണ്ടെത്തുന്ന ക്രൈറ്റീരിയ അതൊരു പ്രധാനപ്പെട്ട പ്രോസസ് എന്താണ്? ഈ ചുരുങ്ങിയ 5 വർഷക്കാലത്തിനുള്ളിൽ എങ്ങനെയാണ് സാധിക്കുക? ആലോചിച്ച് നോക്കൂ. നമ്മള് ഒരു അടിമപ്പണി പോലുള്ള ഒരു അനുഭവം ഈ ചെറുപ്പക്കാർ, കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ 4-ൽ 1 കിട്ടണം. അതിനുവേണ്ടി എന്ത് വഴങ്ങലുകളും ഒരുതരം യൂട്ടിലൈസേഷൻ ജീവിതം എന്ത്, അതായത് രക്ഷപ്പെടാൻ മാർഗം. ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാരുടെ കടന്നുകയറ്റം ഭയങ്കര കൂടുതലായിരിക്കും. മാനസികമായി തന്നെ ഇവർ അടിമപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ ഈ അവിടുത്തെ അധ്യാപകന്റെ ഒരു മാർക്ക് കിട്ടേണ്ട ഇന്റേണൽ മാർക്ക് കിട്ടുന്ന അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥികളോട് പോലും. അപ്പൊ ഒരു തൊഴിൽ അന്വേഷകന്റെ അല്ലെങ്കിൽ തൊഴിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന്റെ ആ തൊഴിൽ ഉറച്ചു കിട്ടാൻ, ഞാൻ പറയുന്നത് 4-ൽ 1 പേരെ തൊഴിലിലേക്ക് എടുക്കുന്നതിനേക്കാൾ അപ്പുറം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന പറയുകയാണെങ്കിൽ ഈ 4-ൽ 3 പേരെയും തൊഴിലില്ലാ പടയിലേക്ക് എടുക്കുന്ന പരിപാടിയാണ്. ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതിന് അല്ല, ഇതിൽ വേറൊരു വലിയ കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പം പറയുന്ന ഏജ് ഒരു 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കാലം ഇമ്പോർട്ടന്റ് അല്ലേ? അതാണ് ഒരു വ്യക്തിക്ക്. ഓക്കെ, നമ്മളിപ്പോ വിചാരിക്കുക പഠിത്തം മുടക്കിയിട്ടാണ് ഒരു ആള് ഈ 4 വർഷത്തേക്ക് 5 വർഷത്തേക്ക് തൊഴിലിന് പോകുന്നത് വിചാരിക്കാം. എന്നിട്ട് ആള് തിരിച്ചു വരുന്നത് 24ാമത്തെ വയസ്സ്, 18 വയസ്സാകുമ്പോഴേക്കും എന്ത് വിദ്യാഭ്യാസം കിട്ടും? 18 വയസ്സ് വരെ കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച അയാൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷം തുടരാൻ വലിയ പ്രയാസമില്ല. കണ്ടിന്യൂറ്റി പോകും എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനോ അതല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ എടുക്കാനോ ഒക്കെയുള്ള
ഈ മൂന്നാളുടെ സാധ്യത പാടെ മങ്ങിപ്പോവാണ്. അതെ, അതെ. അപ്പൊ പിന്നെ അവരെ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും സെക്യൂരിറ്റി ഗാർഡിന്റെ ഒക്കെ ജോലിയാണ്. അപ്പൊ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്നത് പോലെ നമുക്ക് ഇതിനെ നോക്കി കാണാൻ കഴിയും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഒരു തരം ഒളിച്ചോട്ടം ഇതിലുണ്ടോ എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ റിസോഴ്സ് ആണ് ഈ പട്ടാളത്തിലെ പണി. ആയിരക്കണക്കിന് ആളുകൾ ഒരു വർഷം റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന, ആയിരം ആയിരിക്കില്ല, ലക്ഷക്കണക്കിന് ആളുകളെ ഒരു വർഷം റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന. അപ്പോൾ 1,00,000 പേരെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ കണക്ക് പ്രകാരം 4,00,000 പേരെ റിക്രൂട്ട് ചെയ്യണം. അപ്പം ഫലത്തിൽ കണക്കിൽ എന്ത് വന്നു, 4,00,000 ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നായി. പക്ഷെ ഈ 4,00,000-ൽ 3,00,000 ആൾക്കാർ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് തൊഴിലില്ലായ്മ അനുഭവിക്കാൻ പോകുന്നതാണ്. ഇതിലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മയുടെ ബാങ്കിലേക്ക് ഓരോ വർഷവും ഇവരെ 4-ലോ 3 വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അംശു നേരത്തെ പറഞ്ഞു, ഈ പണം കൊടുക്കുന്നതിലുള്ള ഒരു പ്രശ്നത്തെക്കാൾ കൂടുതൽ അതിനേക്കാൾ അപ്പുറമുള്ള തലങ്ങളുണ്ടെന്ന്. പണം കൊടുക്കുന്നതിലും ഒരു പ്രശ്നമില്ലേ? കാരണം ഒരേ സമാനമായ തൊഴിലെടുക്കുന്ന ഒരു ജവാൻ, ഒരു സൈനികൻ, ആ സൈനികന് സമാനമായിട്ടുള്ള ഒരു അഗ്നിവീർ അതേ പണിയാണ് എടുക്കുന്നത്. അതേ റിസ്ക് ആണ്. ആ റിസ്കിന്റെ പുറത്താണ് ആ പണം കൊടുക്കുന്നത്. ഒരു ജീവൻ ഇല്ലാതാകുന്നതാണ്. അത് അഗ്നിവീർ ആണോ, ടെമ്പററി ആണോ, അല്ലെങ്കിൽ പെർമനന്റ് ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു യുവാവ് നഷ്ടപ്പെടുകയാണ് രാജ്യത്തിന്. അപ്പൊ അതിന്റെ കോമ്പൻസേഷൻ ആണ്. ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളിൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കി ഇൻഷുറൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇൻഷുറൻസിൽ പോലും ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാ പറയുന്നത്. 45 ലക്ഷം രൂപ ഈ അഗ്നിവീറുകൾക്ക് കൊടുക്കുമ്പോൾ അതല്ലാത്ത സൈനികന് 75 ലക്ഷം രൂപ കൊടുക്കും. ആ ഡിസ്ക്രിമിനേഷൻ അതിലുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ഒരു സൈനികന് കിട്ടുന്ന മറ്റ് ഇത്തരം ഒന്നും അഗ്നിവീറിന് കൊടുക്കുന്നില്ല. അത് തന്നെ ഗവൺമെന്റിന്റെ അവാർഡായോ ഗവൺമെന്റിന്റെ റിവാർഡായോ 1 രൂപ പോലും ഈ പറയുന്ന അജയ് കുമാറിന് കിട്ടിയിട്ടില്ല. അത് വസ്തുതയാണ്. മറ്റുള്ളത് ബാങ്കിൽ നിന്നുള്ള ഒരു 50 ലക്ഷം രൂപയും അതുപോലെ തന്നെ മറ്റൊരു സൈനിക ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടുള്ള 48 ലക്ഷം രൂപയും, അതുകൂടാതെ 35,000 രൂപ മാത്രമാണ് സൈന്യം ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ മറ്റു ചില ഏജൻസികൾ, പഞ്ചാബ് ഗവൺമെന്റിനെ പോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണെങ്കിലും ഇവിടെ ഉയരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വിവാദം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് വരെ ഉണ്ടായിരുന്നില്ല. 6 മാസം കഴിഞ്ഞു, ജനുവരിയിലാണ് ഈ അപകടം. ജനുവരി 18. അപ്പം ആ അപകടം നടന്ന് ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്തെ സേവിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കാരണം അവന്റെ കമ്മിറ്റ്മെന്റും അവൻ രാജ്യത്തോടുള്ള കൂറും അതിന്റെ പുറത്ത് വരുന്ന അപകടവും അതിന്റെ ഭാഗമായിട്ട് ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ആ കുടുംബത്തിനുണ്ടാകുന്ന വലിയ നഷ്ടവും ഇതിനെ രാജ്യം എങ്ങനെ കാണുന്നു? രാജ്യം ഇതൊരു അഡ്രസ് ചെയ്തിട്ടില്ല. ഇല്ല, 6 മാസം കഴിയുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് വരെ അഡ്രസ്. അല്ല, ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ, പലപ്പോഴും എനിക്ക് രാഹുൽ ഗാന്ധി ഇത്തരം അപകടങ്ങളെ കുറിച്ച് വളരെ നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി അതേ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതില് ശരിക്ക് അങ്ങനെ ഒരു ഭാഷ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം ഹിറ്റ്ലറിന് നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു സമാന്തര സേന ഉണ്ടായിരുന്നു. അതുപോലെ ബ്രൗൺ ഷേർട്സ്, അതെ, എല്ലാ ആളുകൾക്കും, എല്ലാ ഡിക്റ്റേറ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ അധികാരം ജനങ്ങളിൽ പ്രയോഗിക്കുന്ന ആൾക്കാർക്കും ഒരു പാരലൽ സേന ഉണ്ടാവും. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഭയന്നൂടെ വേണമെങ്കിൽ ഈ പറഞ്ഞ പുറത്തിറക്കുന്ന ആളുകളെ, സായുധ പരിശീലനം ലഭിച്ച ആളുകളെ ഏതൊക്കെ തരത്തില് ഒരു സംഘടനയ്ക്ക് ദുരുപയോഗപ്പെടുത്താൻ കഴിയും. മാത്രമല്ല ഒരു വേണമെങ്കിൽ വർഷക്കാലത്തിനിടയിൽ ഇൻജക്ട് ചെയ്യുന്ന ഈ ഇന്റൻസീവ് നാഷണലിസം എന്നൊക്കെ പറയുന്ന ഒരു വികാരം വലിയ തീവ്ര ദേശീയതയ്ക്ക് അതിലേക്ക് കുത്തിക്കലർത്തി. അപ്പം അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യ ഞാൻ പണ്ട് നമുക്ക് ചെറുപ്പകാലത്ത് ബോറിസ് ബെക്കർ എന്ന് പറയുന്ന ഒരു ടെന്നീസ് താരം, ജർമ്മനിയുടെ ഒരു ടെന്നീസ്, അദ്ദേഹത്തിന്റെ നിർബന്ധിത സൈനിക സേവനം ചെയ്തെന്ന് പത്രത്തിൽ വായിച്ച ഓർമ്മയുണ്ട്. ജർമ്മനി പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അമേരിക്ക പോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിർബന്ധിത സൈനിക സേവനം പോപ്പുലേഷൻ അത്രയും കുറവാണ്. അത് പക്ഷേ ഇത്തരത്തിലുള്ള ഈ സമാനമായ സാഹചര്യങ്ങളിലെ സേവനത്തിലേക്ക് അവരെ കൊണ്ടുപോകാറില്ല. അങ്ങനെയുണ്ട്. അതായത് യുദ്ധത്തിന് ഒന്നാമത്
ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഈ പറയുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു യുദ്ധമുഖത്ത് ഈ ചെറുപ്പക്കാരന് ഉപയോഗിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ചേരുന്ന ആളുകൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരാളായി തീരണം, 4-ൽ ഒരാളായി തീരണം എന്നുള്ളൊരു സാധനം അവിടെ നിൽക്കുമ്പോൾ അതുണ്ട് അവിടെ. ഇനി 4-ൽ ഒരാളായി തീരാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കെന്തായാലും ഈ പണിയില്ലല്ലോ അതെ എന്നൊരു ചിന്തയില്ലേ? അതെ അതെ അതുകൊണ്ട് തന്നെ ഓൻ എന്ത് കാര്യത്തിന് ഓൻ ഇപ്പൊ കിട്ടിയ തൊഴിലിനോട് വലിയ ആത്മാർത്ഥത പോലെ റിസ്ക് എടുക്കുവോ? എടുക്കോ? എടുക്കില്ലല്ലോ. അത് അവിടേക്കാണ് അതിന്റെ പ്രശ്നം. കാരണം മാത്രമല്ല ഇപ്പൊ ഒരു ഞാൻ പട്ടാളക്കാരോട് തന്നെ, എന്റെ കുടുംബത്തിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട്. അപ്പൊ പട്ടാളക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ, ഏതൊരാളും പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6-7 മാസക്കാലം ചേർന്ന് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നത് ആ ട്രെയിനിങ് പീരീഡിന്റെ തുടക്കം. എന്നിട്ട് അതൊന്ന് പദം വന്ന് ശരീരവും മനസ്സൊക്കെ ഒന്ന് ഉറച്ച് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാണത്രേ ശരിക്കും ഒരു പാകം വന്ന പട്ടാളക്കാരനായി മാറുക. അപ്പൊ ആ ഒരു 2 വർഷത്തെ കാലത്തെ ട്രെയിനിങ് പീരീഡ് ആണ് ശരിക്കും ഒരാള് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനാക്കി മാറ്റുന്നത്, മാനസികമായും തയ്യാറാക്കുന്നത്. അപ്പൊ ഇപ്പം വളരെ ചെറിയ പ്രായത്തിൽ ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധസന്നാഹമുള്ള സ്ഥലത്തേക്ക് അയക്കുന്ന ഒരാള് സത്യത്തിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ചങ്ങലയുടെ ശക്തി നിശ്ചയിക്കുന്നത് ആരാ? ആ ചങ്ങലയിൽ ഏറ്റവും വീക്കായ കണ്ണിയാണ്, അല്ലെ? അതുപോലെ ഒരു പട്ടാള ഗ്രൂപ്പ് മൊത്തമായും പോകുന്ന സമയത്ത് അതിലെ കുറച്ച് ആളുകൾ വെൽ ട്രെയിൻഡ് അല്ല, മെന്റലി സ്ട്രോങ് അല്ല എങ്കിൽ നമ്മള് 10 ആൾക്കാർ ഒരുമിച്ച് ഒരു മിഷൻ തന്നെ ഈ പേടി എന്ന് പറയുന്ന സാധനം പടരുന്ന ഒരു സാധനം, മനസ്സിലായി? നമ്മള് 10 ആള് കൂടി വളരെ ചലഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കടക്കുമ്പോൾ അതിൽ ഒരുത്തം പേടിച്ചാൽ പലരും പേടിക്കാൻ തുടങ്ങും. നേരെ മറിച്ച് എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുമ്പോഴാണ് ആ വീറുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുത്തന്റെ പേടിയോ അല്ലെങ്കിൽ അവൻ അവിടെ ഉണ്ടാക്കുന്ന ഒരു മണ്ടത്തരോ മതി ബാക്കിയുള്ള എല്ലാവരുടെയും ജീവൻ എടുക്കാൻ. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസ്കിലേക്ക് പോകുന്നത്, ഇപ്പം ഇതിനെ വിമർശിച്ച ഒരു മുൻ സൈനിക, പേര് ഞാൻ ഓർക്കുന്നില്ല, നാവിക മേധാവി, അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇവിടെ സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വരുത്താൻ അല്ലെങ്കിൽ അത് പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പ്രൊജക്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ രാജ്യം എന്തിനാണ് നമ്മുടെ പ്രയോറിറ്റി എന്തിനാണ്? ഈ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന, രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ വരുന്ന ആളുകളെ പോലും ഈ കൂലിപ്പട്ടാളത്തിന് സമാനമായിട്ട് കണക്കാക്കുന്ന ഒരു സമീപനത്തെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം പണം ചെലവ് കുറയ്ക്കേണ്ടത് അതിലൊക്കെയാണോ? പക്ഷെ വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, കഴിഞ്ഞ ബജറ്റിലും ഈ ഡിഫൻസിലേക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കുറഞ്ഞിട്ടേ ഇല്ല. അതെ. ബജറ്റിൽ നീക്കി വെക്കുന്ന തുകയില്ലേ, അത് ഇവരിപ്പോ ഇത്രയും വലിയ പട്ടാളക്കാരും ദേശഭക്തി, പട്ടാളക്കാരെയൊക്കെ ഭയങ്കര നാഷണലിസത്തിന്റെയും പാട്രിയോട്ടിസത്തിന്റെയും ഒക്കെ സിമ്പിളാക്കി വെക്കുകയാണ്. പക്ഷെ പട്ടാളത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കുറഞ്ഞിട്ടേ. അത് പട്ടാളക്കാരന് മാത്രമല്ല, കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാർഷിക നിധി 6,000 രൂപ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പറയുമ്പോഴും കാർഷിക മേഖലയ്ക്ക് നീക്കിവെച്ച തുകയും വളരെ കുറവാണ്. അപ്പൊ ഈ തരത്തിൽ സാധാരണക്കാരന് സർക്കാർ പ്രൊവൈഡ് ചെയ്തു പോകുന്ന ആശ്വാസ പദ്ധതികളായാലും അല്ലെങ്കിൽ ന്യായമായ തുകയായാലും ഒക്കെ ഇടിവ് സംഭവിക്കുകയാണെന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തികമായി രാജ്യം തകർന്നു എന്നത് നേരിട്ട് പറയുന്നതിന് പിന്നെ പലപ്പോഴും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പലപ്പോഴും ഒന്നും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ രീതിയിൽ അത് ഏറ്റു പറയുന്ന ഒരു രീതിയോ ശീലമോ ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ലല്ലോ. പക്ഷെ അതേസമയം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില കുറുക്കു വഴികൾ തേടുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സംഭവമാണ്. കാരണം പ്രതിരോധം എന്ന് പറയുന്നത് വളരെ ചെലവേറിയതും വളരെ പിന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു മേഖലയാണ്. അവിടെയാണ് ഈ പറയുന്ന തരത്തിൽ ഒരു നിരുത്തരവാദപരമായ ഒരു വേണ്ടത്ര ചർച്ച പോലും അതിൽ നടന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട പാർലമെന്റിൽ ഇത് ചർച്ച വരുമ്പോൾ, പാർലമെന്റിലെ ചർച്ച പോട്ടെ, ഇത്തരത്തിലുള്ള ഒരു വിപ്ലവാത്മകമായ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ എക്സ്പേർട്സിനോട് അന്വേഷിക്കുകയും അതിന് ഒരു പൈലറ്റ് പ്രോജക്ട് പോലെ ആദ്യം നടപ്പിലാക്കുകയും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ആളുകൾ എടുക്കുക, എന്നിട്ട് അവർ ചെയ്തു നോക്കുക, എന്നിട്ട് അവർ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പറഞ്ഞൊരു എക്സാമ്പിൾ ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ പട്ടാളത്തിലെ തന്നെ ലൈക്ക് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ജോലിക്ക് മാത്രം അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കുക, പാറാവ് പോലത്തെ ജോലിക്ക് മാത്രം ആളുകൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അജിത് കുമാർ ഒരിക്കലും മരിക്കൂല. അല്ല, അദ്ദേഹം ഈ പറയുന്ന മൈൻ സ്ഫോടനത്തിലാണ്, ഈ വാർഫെയർ തന്നെയാണ് മരണപ്പെട്ടത്. ഞാൻ പറഞ്ഞ ഇത്തരം ആളുകൾ സൈനിക സേവനം ഒക്കെ ചെയ്യുമ്പോൾ
പബ്ലിക് വർക്ക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മിലിറ്ററി തന്നെ റോഡുകൾ ഉണ്ടാക്കുന്നു, പാലങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള പല ഗവേഷണങ്ങൾ നടക്കുന്ന ഏരിയ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു ട്രെയിനിങ് സൈന്യത്തിന് കൊടുക്കാൻ പറ്റുവാണ്. ഞാൻ പറയുമ്പോൾ അത് രാജ്യത്തിന് വലിയ തോതിൽ ഗുണകരമാകും. ഇതേ സാധനങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യായിരുന്നു എനിക്ക് തോന്നുന്നു. ഉദാഹരണം 4 വർഷക്കാലം അവരെ ഉദാഹരണത്തിന് ഒരു ഗ്രാജുവേഷൻ കോഴ്സിൽ അവർ ചേർക്കുന്നു. സപ്പോസ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പോസിറ്റീവായിട്ട് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് അവർ പഠിക്കുകയാണ് എന്തെങ്കിലും, മേ ബി എഞ്ചിനീയറിംഗ് ആവാം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാലുണ്ടാക്കുന്ന പണിയാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ അവർക്ക് കൊടുക്കാം. ഈ 11 മണി മുതൽ ഉള്ള ബാക്കിയുള്ള സമയത്ത് അവരെ ഒരു പട്ടാളക്കാരന്റെ മിനിമൽ ആയിട്ടുള്ള ജോലി ചെയ്യിക്കുന്ന സർവീസിന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം അവന് ഒരു പട്ടാളക്കാരനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റിൽ ജോലിയും കൊടുത്തു, അവന് ശമ്പളം കൊടുത്തു. അവൻ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവൻ ക്വാളിഫൈഡ് ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതൊരു സർട്ടിഫിക്കറ്റ്. ഇവിടെ പുറത്തിറങ്ങുന്ന ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ ഒരു ജോലിക്ക് ചേരുകയും അതിന് കൊള്ളില്ലെന്ന് അവന് ആ ഏജൻസി കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പുറത്താക്കും. മാത്രമല്ല ഇവൻ എന്തുകൊണ്ട് പുറത്തായി, അവിടെ കൊള്ളാത്തോണ്ടില്ലേ അവന്റെ മനസ്സിൽ ആ മനസ്സിൽ നല്ല പുറത്തുള്ള ജോലി അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളുടെ മുന്നിൽ ഇവൻ ആരാണ്? 4-ൽ 1 തെരഞ്ഞെടുക്കാൻ. അതെ. അപ്പൊ ആരാണ് ഇവരെ നല്ല ജോലി കൊടുക്കുക? അതെ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ? രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ചത് കേവലം മരണപ്പെട്ട സൈനികന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ കിട്ടിയില്ല എന്നത് മാത്രമല്ല, ആ പദ്ധതി തന്നെ വലിയ തോതിൽ അപാകതകൾ നിറഞ്ഞതാണ് എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതും ഇപ്പോൾ ചർച്ച. അല്ല, ഇതില് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു, ഞാൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോടാണ് ഞാൻ കൺക്ലൂഷൻ പറയുന്നത്. അതായത് നമ്മള് ഇത്തരം കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയം നോക്കിയല്ല ആലോചിക്കേണ്ടത്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നു കക്ഷി രാഷ്ട്രീയം ഇല്ല, സത്യം പറഞ്ഞാൽ പ്രദേശമില്ല, ഒന്നുമില്ല. അപ്പൊ ചെറുപ്പക്കാരായിട്ട് അപ്പൊ അതിലിപ്പോ 10 ആളാണെങ്കിൽ 10 ആള് അവരുടെ ഭാവിയെ തുലാസിൽ നിർത്തുന്ന ഒരു തീരുമാനം നമ്മുടെ നാട്ടിലെടുക്കുമ്പോൾ നമുക്കതിൽ കുറച്ചും കൂടെ ക്രിയാത്മകമായ ചിന്തയും ചർച്ചയും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയം കലർത്തണ്ടെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നുള്ളതോ മോദി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതല്ല വിഷയം. അത് രാജ്യത്തിന്റെ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരെ എങ്ങനെയാണ് ബാധിക്കുക, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായിട്ടും. എന്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഈ വിഷയം ഉയർന്നു വന്നപ്പോ ഞാൻ അതുകൂടി ആഡ് ചെയ്യാൻ തോന്നുന്നു. 25% എന്നുള്ളത് 50% ഡിഗ്രി വരെ പഠിച്ച കുട്ടികളെ കൂടി ഇതിനെ അപേക്ഷിക്കാനുള്ള രീതിയിലേക്ക് മാറ്റാമെന്നും ഒക്കെയുള്ള ചർച്ചകളൊക്കെ നല്ലതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇത് ഇപ്പോഴുള്ള പോലെ പോകുന്നത് രാജ്യത്തിന് ഗുണകരമല്ല എന്ന് പൊതുവിൽ നമുക്ക് പറയാം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.